ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടംപൊയിലാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കുകയാണ്. ഏകദേശം 2.2 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ പൊട്ട വെയിലായതുകൊണ്ട് കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാൻ പോയി. ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് എടുത്തതും പെരുമഴ. പിന്നെ കുറച്ച് നേരം കോഴിപ്പാറ വെള്ളച്ചാട്ടം ചുറ്റി കണ്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു. ഈ ഒരു കയറ്റം കയറിയപ്പോഴാണ് ഒരു സമാധാനമായത്. അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ട്. അങ്ങനെ ജീപ്പ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് കയറണോ ജീപ്പ് കയറണോ അങ്ങനെ ആലോചിച്ചു. അങ്ങനെ നടന്ന് കയറാൻ വിചാരിച്ചു. അതൊരു ട്രില്ലുള്ളൂ. അങ്ങനെ നടന്ന് കയറി പകുതി എത്തിയപ്പം തന്നെ മനസ്സിലായി ജീപ്പിൽ പോയാൽ മതിയേനെ എന്നുള്ളത്. കാരണം കാലൊക്കെ നല്ലോണം വേദനാവുന്നുണ്ട്. പിന്നെ ഈ ഒരു പോയിന്റിലെത്തിയപ്പം പകുതി സമാധാനമായി. പിന്നെ കുരിശുമല കയറാൻ പോവാണ്. കുരിശുമല കയറുന്നവർ കുപ്പികളൊക്കെ കൈ പിടിക്കാൻ നല്ലതാണ്. നമ്മൾ ഈ മല കയറുമ്പം തന്നെ ഒരുവിധം ടയർഡാവും. നമ്മുടെ കമ്പനിക്കാരൻ നടന്നാണ് ക്ഷീണത അയക്കുന്നത്. ഇനി കുറച്ച് ദൂരമുള്ള സമാധാനത്തിൽ ഞങ്ങളിങ്ങനെ കയറുക. കയറി കഴിഞ്ഞിട്ട് മുകളിലോട്ട് നോക്കുമ്പം കോട മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് ആൾക്കാരുള്ളതൊന്നും കാണുന്നില്ല. നേരെ ഓപ്പോസിറ്റുള്ള മലയൊന്നും കാണുന്നില്ല. അത്രയ്ക്കും കോടയാണ്. ഇവിടെ കയറിയപ്പം ഇത്രയും നേരം കയറിയ ക്ഷീണവും ദാഹവും ഒക്കെ മാറിപ്പോയി. പിന്നെ കുറച്ചുംപാട് നടക്കുമ്പോഴാണ് അവിടെ മുന്നിൽ ഉള്ള മലേൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ കാണുന്നത്. കോട ചെറുതായിട്ടൊന്ന് നീങ്ങി വരുമ്പോൾ ഞങ്ങൾ ഈ മലേൻ്റെ മുകളിൽ കയറലും ഇവിടെ കോട ഇങ്ങനെ കുറേശ്ശെ പോകുന്നുണ്ട്. കോട പോയവരാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞത്. പിന്നെ നല്ല മലയും കാണാൻ കഴിയുന്നത്. കോട കുറേശ്ശെ ഇങ്ങനെ കാറ്റടിച്ച് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഒരു ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ്. ഒരുപാട് നേരം നമ്മൾ ആ വെയിലത്താണെങ്കിലും ചൂടൊന്നും അധികം എത്തുന്നില്ല നമ്മുടെ അടുത്തേക്കൊന്നും. ആ ഒരു തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുരിശിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. അങ്ങനെ കുരിശിൻ്റെ അടുത്തെത്തി. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. കോടയും ഓപ്പോസിറ്റുള്ള മഞ്ഞൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇതുപോലെ താഴത്തേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ മലയിലേക്ക് നമ്മൾ കയറാൻ പോകാം കേട്ടോ. മറ്റേ മലയിനെക്കാട്ടും കഠിനമാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര. അത്യാവശ്യം പോകാനുമുണ്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സെറ്റാണ്. മറ്റേ പോലെ പോകാനുള്ളൊരു വഴിയൊന്നും ഇല്ല കാര്യമായിട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് കയറാമെന്നുള്ളൂ.